കഴിഞ്ഞ ദിവസം കൊച്ചിനെ ഉറക്കി ഞാൻ വെറുതെ ഫോൺ നോക്കിയിരുന്നപ്പോൾ ചേട്ടാ എന്നോട് പറഞ്ഞു, നീ ടൗണിൽ പോയി എന്തെങ്കിലും തിന്നാൻ മേടിച്ചുകൊണ്ട് വരാം. ഞാൻ ചോദിച്ചു, എന്താണോ വേണ്ടത്? എന്ത് മേടിച്ചാലും കുഴപ്പമില്ല, നീ അങ്ങനെയല്ലേ പറയാറ്, എന്ത് വേണമെങ്കിലും മേടിച്ചോളാനല്ലേ പറയാറ്, നീ എന്തെങ്കിലും മേടിച്ചോ. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടായിക്ക് എന്നാ വേണ്ടേ? ബേക്കറി വേണോ, ഫ്രൂട്ട്സ് വേണോ, അതോ ഫാസ്റ്റ് ഫുഡ് എന്തെങ്കിലും വേണോ? അപ്പോൾ ചേട്ടാ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എന്നോട് പറയാറുണ്ടോ നീ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരാനല്ലേ പറഞ്ഞു, നീ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് ദേഷ്യം വന്നു തുടങ്ങി. ദേഷ്യം വരാൻ കാരണം മറ്റൊന്നുമല്ല, ഞാൻ പറയുന്ന അതേ ഡയലോഗ് എന്നെ വെറുപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ ഞാൻ സത്യത്തിൽ ഒരു ദേഷ്യം വരുന്നതായിട്ട് അഭിനയിച്ചു. ദേഷ്യം വന്നൊന്നുമില്ല, എനിക്ക് സത്യത്തിൽ ചിരിയാണ് വന്നത്. അപ്പോൾ ഇമാതിരി വെറുപ്പിയിലാണ് ഞാനും അങ്ങോട്ട് വെറുപ്പിക്കുന്നതല്ലേ എന്ന് എനിക്ക് തോന്നി. ഞാൻ ലാസ്റ്റ് വീണ്ടും പോകാൻ നേരത്ത് ചോദിച്ചു, ചേട്ടാ എന്താ വേണ്ടേ? എന്തെങ്കിലും മതി എന്ന് പറഞ്ഞു. പിന്നെ രണ്ടും കൽപ്പിച്ച് ഞാനൊന്ന് റെഡിയായി. വീഡിയോ ഒക്കെ എടുക്കാമല്ലോ, പേരിന് ഒരു ലിപ് ബാമൊക്കെ ഇട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കാജലൊക്കെ എഴുതി റെഡിയായി. വീടിനടുത്തുള്ളൊരു കടയിൽ പോയി കുറച്ച് സാധനം മേടിക്കാൻ ഇത്രയൊന്നും ഷോയുടെ കാര്യമില്ല. പക്ഷെ എന്നാലും ഇരിക്കട്ടെ, നമ്മളൊരു വഴിക്ക് പോവുമല്ലേ, എന്തെങ്കിലുമൊക്കെ. എന്താ മേടിക്കേണ്ടതെന്നൊരു ഊഹം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫ്രൂട്ട്സും ബേക്കറിയുള്ള കടയിലേക്ക് അങ്ങ് കയറി. ആദ്യം തന്നെ ഫ്രീസർ കണ്ടതുകൊണ്ട് 3 കോൺ ഐസ്ക്രീം എടുത്തു. പിന്നെ എന്താണ് മേടിക്കേണ്ടതെന്ന് എഴുതി കുറേ നേരം അവിടെ നിന്നു. കുറേ സാധനം എടുത്ത് നോക്കി അവിടെ തന്നെ വെച്ചു. അവസാനം ഒരു ഡേറ്റ്സിൻ്റെ പുഡിംഗ് കേക്കും 3 കോൺ ഐസ്ക്രീമും എടുത്തു. പോയി എടുത്ത് വരുന്ന വഴിക്കാണ് ഒരു 5 രൂപയുടെ ഗിഫ്റ്റ് പാക്കറ്റ് കുറേ ഇരിക്കുന്നത് കണ്ടത്. അത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ക്യൂട്ട്നെസ് തോന്നി. അതേ ഞാൻ എടുത്തു. പറഞ്ഞു വിട്ടേ ആക്കൊരു ഗിഫ്റ്റായിട്ട് കൊണ്ടു കൊടുക്കാമല്ലോ എന്ന് കരുതി തിരിച്ചു പോന്നു. ഞാൻ തിരിച്ചു വന്നപ്പോൾ തന്നെ നീരൂടൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും കൂടെ എന്നെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുകയായിരുന്നു. നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അവർ പ്രതീക്ഷിക്കുന്നതിലും കുറച്ചുകൂടി കൂടുതൽ കൊടുക്കുമ്പോൾ അതൊരു പ്രത്യേക സുഖമല്ലേ. ഇച്ചിരി ഷോ ഇറക്കിയേക്കാമെന്ന് കരുതി ഞാൻ ആ ഗിഫ്റ്റ് പാക്കറ്റ് ചേട്ടാടിയ നീരൂട്ടൻ്റെയും കയ്യിലായിട്ട് കൊടുത്തു. രണ്ടുപേരും കൂടി അത് പൊളിച്ചു നോക്കി. എനിക്കൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു അതിനകത്ത് എന്താണ്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഗൈസ്, നമ്മൾ പറ്റിക്കപ്പെട്ടു. ഒരു കളിനോട്ടും പിന്നെ ഒരു മിഠായും കളിക്കുന്ന ഒരു പാനും പിന്നെ കൊള്ളാവുന്നെന്ന് പറയാൻ ആ പമ്പരും, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ഒരു രസമായിരുന്നു. എന്തായാലും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.